ആ നഗരം ഒരിക്കലും ഉറങ്ങുന്നില്ല. പകൽ വെളിച്ചത്തിൽ പോലും ഇരുൾ മൂടിയ തെരുവുകളും ആകാശത്തെ തൊട്ടുനിൽക്കുന്ന അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളും ഒരേ താളത്തിൽ ശ്വസിക്കുന്ന ഒരു വലിയ യന്ത്രം പോലെ ആ നഗരം ചലിച്ചുകൊണ്ടിരുന്നു. സിമന്റും ഇരുമ്പും തീർത്ത ആ വലിയ കെട്ടിടങ്ങൾക്കിടയിൽ മനുഷ്യത്വത്തിന്റെ വില അറിയാത്തവർ പണത്തിന്റെ മുകളിൽ തങ്ങളുടെ സാമ്രാജ്യങ്ങൾ പണിതുയർത്തിയിരുന്നു. അത്തരമൊരു സാമ്രാജ്യത്തിന്റെ അധിപനാണ് ആര്യൻ. നഗരത്തിന്റെ അങ്ങേയറ്റത്തെ ആ തിരക്കേറിയ പാതയിലൂടെ അത്യാധുനികമായ ഒരു റോൾസ് റോയ്സ് കാർ മിന്നൽ പിണർ പോലെ പാഞ്ഞുപോയി. കാറിന്റെ ഉള്ളിൽ ലോകത്തിന്റെ ബഹളങ്ങളൊന്നും കേൾക്കാനില്ല. തണുത്ത എയർ കണ്ടീഷൻ ചെയ്ത ആ ആഡംബര അന്തരീക്ഷത്തിൽ ആര്യൻ തന്റെ വിലപിടിപ്പുള്ള ഫോണിൽ വലിയൊരു ബിസിനസ് കരാറിനെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും പ്രതാപവുമുള്ള അവന് തന്റെ കാറിന് പുറത്ത് വിയർപ്പൊഴുക്കി നടക്കുന്ന സാധാരണക്കാരുടെ വേദനകൾ ഒരു വെറും കാഴ്ച മാത്രമായിരുന്നു. ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവന് കാണാനായത് വെറും റോഡുകളെയും മനുഷ്യരെയും മാത്രമായിരുന്നു. ആ മനുഷ്യരുടെ ഉള്ളിലെ നോവുകളോ കണ്ണീരോ അവന്റെ കണ്ണിൽ പതിഞ്ഞില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ അവന്റെ കാലുകൾക്ക് താഴെയായിരുന്നു. അതേസമയം ആ പാതയുടെ ഓരത്ത് ജീവിതത്തിന്റെ ഇരുണ്ട വഴികളിലൂടെ വിധിയോട് പോരാടുന്ന കാവ്യ നടക്കുകയായിരുന്നു. അവൾക്ക് മുന്നിലുള്ള വഴികൾ മങ്ങിക്കിടക്കുകയായിരുന്നു. വീട്ടിൽ കിടക്കുന്ന രോഗിയായ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഇനിയും വലിയൊരു തുക ആവശ്യമുണ്ട്. മരുന്നിനും ചികിത്സക്കും വേണ്ടി താൻ കാട്ടിക്കൂട്ടുന്ന ഈ നെട്ടോട്ടം എന്തിനാണെന്ന് പലപ്പോഴും അവൾ തന്നോട് തന്നെ ചോദിച്ചു പോകാറുണ്ട്. വിശപ്പും ദാരിദ്ര്യവും തളർത്തിയ അവൾക്ക് ആ നിമിഷം ലോകം ഒരു വലിയ ചതിക്കുഴിയായി തോന്നി. ആരുടെയും സഹായമില്ലാത്ത, ആരുടെയും സാന്ത്വനമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. പെട്ടെന്നാണ് ആ കാർ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നത്. റോഡിലെ കെട്ടിക്കിടന്ന മലിനജലം കാറിന്റെ വലിയ ടയറുകൾ തെറിപ്പിച്ച് അവളുടെ വസ്ത്രത്തിൽ വീഴ്ത്തി. അവളൊന്ന് നെട്ടി പിന്നിലേക്ക് മാറി. ഒരു നിമിഷം ആ കാർ അവിടെ നിർത്തുമെന്ന് അവൾ കരുതി. മര്യാദക്കൊരു മാപ്പ് പറയുമെന്ന് അവൾ ആഗ്രഹിച്ചു. എന്നാൽ ആര്യന്റെ കാർ യാതൊരു കൂസലുമില്ലാതെ വായുവിനെ കീറിമുറിച്ച് മുന്നോട്ട് കുതിച്ചുപോയി. ആ നിമിഷം കാവ്യയുടെ ഉള്ളിൽ രൂപപ്പെട്ടത് വെറും ഒരു ദേഷ്യമല്ല, മറിച്ച് കാലങ്ങളായി തന്നിലും തന്നെ പോലെയുള്ള സാധാരണക്കാരിലും അടിഞ്ഞുകൂടിയ നീറുന്ന പകയായിരുന്നു. താൻ ലോകത്താൽ അവഗണിക്കപ്പെടുന്നു എന്ന ചിന്ത അവളുടെ ഉള്ളിൽ ആളിക്കത്തി. പണത്തിന്റെ പ്രൗഢിയിൽ ആര്യൻ നടത്തുന്ന ഈ അഹങ്കാരം തന്നെ പോലെയുള്ള പാവപ്പെട്ടവരോടുള്ള ക്രൂരമായ തമാശയായി അവൾക്ക് തോന്നി. ആ കാർ സമൂഹത്തിലെ ഉന്നതവർഗത്തിന്റെ അഹങ്കാരത്തെ ഒന്നടങ്കം പ്രതിനിധീകരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. കൺമുന്നിൽ നടക്കുന്ന ഈ അനീതിയെ കണ്ടുകൊണ്ട് നോക്കി നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ ആകാശത്തേക്ക് നോക്കി പതുക്കെ മന്ത്രിച്ചു, എന്തിനാ ദൈവമേ ഇത്രയധികം അനീതി? കാറിന്റെ ഗ്ലാസിൽ പതിക്കുന്ന സൂര്യപ്രകാശം അവളുടെ കണ്ണുകളെ മയക്കി. അവളുടെ അരികിൽ കിടന്നിരുന്ന ഒരു ചെറിയ കല്ല് അവൾ ശ്രദ്ധിച്ചു. അത് വെറും ഒരു കല്ലായിരുന്നില്ല, അവളുടെ നിസ്സഹായതയുടെയും ദാരിദ്ര്യത്തിന്റെയും ദേഷ്യത്തിന്റെയും പ്രതീകമായിരുന്നു. അവൾ ആ കല്ല് കയ്യിലെടുത്തു. അതെടുക്കുമ്പോൾ അവൾക്ക് തന്നിൽ തന്നെ ഒരു വലിയ ശക്തി തോന്നിയതുപോലെ തോന്നി. ആ കാർ ട്രാഫിക്കിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. തന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത ആ അഹങ്കാരത്തിന് നേരെ അവൾ സർവശക്തിയുമെടുത്ത് ആ കല്ലെറിഞ്ഞു. ആ കല്ല് വായുവിനെ കീറിമുറിച്ച് ആര്യന്റെ കാറിന്റെ തിളങ്ങുന്ന ചില്ലിലേക്ക് പാഞ്ഞു ചെന്നു. തൊട്ടടുത്ത നിമിഷമുണ്ടായ ശബ്ദം കേവലം ഒരു ശബ്ദമായിരുന്നില്ല, അത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. വലിയ ശബ്ദത്തോടെ ആ വിലയേറിയ ചില്ല് തകർന്നു. പാതയിലെ വാഹനങ്ങൾ പെട്ടെന്ന് നിലച്ചു. തിരക്കുകൾക്കിടയിലൂടെ ആളുകൾ അത്ഭുതത്തോടെയും പേടിയോടെയും ആ രംഗം നോക്കി നിന്നു. ആഡംബരത്തിന്റെ തിളക്കത്തിലിരുന്ന ആര്യൻ പെട്ടെന്ന് അമ്പരന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങി. അവൻ കാറിന്റെ തകർന്ന ചില്ലിലേക്ക് നോക്കി. അവന്റെ മുഖത്ത് കോപം കൊണ്ട് രക്തം തിളക്കുന്നതായി കാണാമായിരുന്നു. അപ്പോഴേക്കും കാവ്യ ആ ജനക്കൂട്ടത്തിനിടയിൽ അപ്രത്യക്ഷയാകാൻ ശ്രമിച്ചെങ്കിലും ആര്യന്റെ കണ്ണുകൾ അവളെ കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു. ആ ചെറിയ കല്ലേറ് വലിയൊരു കൊടുങ്കാറ്റിന്റെ ആരംഭം കുറിക്കുകയായിരുന്നു എന്ന് ആരും കരുതിയിരുന്നില്ല. ചില്ലുടഞ്ഞ ശബ്ദം നിലച്ച ആ നിമിഷം റോഡിൽ വല്ലാത്തൊരു നിശബ്ദത തളംകെട്ടി നിന്നു. ആഡംബരത്തിന്റെ പ്രതീകമായ റോൾസ് റോയ്സ് കാറിന്റെ മുന്നിൽ വന്നു നിന്ന ആര്യൻ ഒരു സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് പുറത്തിറങ്ങി. അവന്റെ കണ്ണുകളിൽ ജ്വലിച്ചിരുന്നത് അഹങ്കാരത്തിന്റെയും പകയുടെയും കനലുകളായിരുന്നു. തന്റെ പ്രതാപത്തിന്റെ നേർരേഖയിൽ വന്ന ആ ചെറിയ കല്ലേറ് ആര്യന്റെ ഉള്ളിലെ അധികാരബോധത്തെ വല്ലാതെ മുറിപ്പെടുത്തിയിരുന്നു. അവന് മുന്നിൽ വിറക്കുന്ന കൈകളുമായി നിസ്സഹായിയായി നിൽക്കുന്ന കാവ്യയെ അവൻ ഒരു ശത്രുവിനെ പോലെയാണ് നോക്കിയത്. എന്താടി നിന്റെ വിചാരം? ഈ കാറിന്റെ ചില്ലിന്റെ വില നിന്റെ ജീവിതം മുഴുവൻ ജോലി ചെയ്താലും വീട്ടാൻ കഴിയില്ല. അവന്റെ വാക്കുകൾ കാറ്റുപോലെ പറന്നു വന്ന് കാവ്യയുടെ ചെവിയിൽ അടിച്ചു വീണു. ആ അലർച്ചയിൽ തെരുവ് മുഴുവൻ നിശ്ചലമായി. കാവ്യയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങി. അവൾ അപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു. താൻ ചെയ്തത് തെറ്റാണെന്ന് അവൾക്കറിയാമായിരുന്നു.
പക്ഷേ തന്റെ ദാരിദ്ര്യത്തെക്കാൾ വലുതാണോ ഈ കാറിന്റെ വില എന്ന് ആലോചിച്ചപ്പോൾ അവളിൽ കടുത്ത വേദനയാണ് തോന്നിയത്. പോലീസിനെ വിളിക്കണോ അതോ നിന്നെ ജയിലിലേക്ക് അയക്കണോ എന്ന് ഞാൻ തീരുമാനിക്കണം. പക്ഷേ അതുകൊണ്ട് എനിക്ക് എന്താണ് ലാഭമുള്ളത്? എന്റെ കാറിന്റെ കുറവ് നിന്റെ ചോര കൊണ്ട് തന്നെ നീ വീട്ടണം. ആര്യൻ അവളെ ഒരു വസ്തുവിനെ പോലെ പുച്ഛത്തോടെ നോക്കി. അവൻ ഫോണെടുത്ത് എവിടേക്കോ വിളിച്ചു. തന്റെ ആജ്ഞകൾക്ക് വഴങ്ങുന്ന ഒരു ലോകമാണ് അവന്റേത്. ആര്യന്റെ തീരുമാനത്തിന് കാവ്യക്ക് മറുത്തൊന്നും പറയാനില്ലായിരുന്നു. ഇനി മുതൽ എന്റെ ബംഗ്ലാവിൽ വേലക്കാരിയായി നീ ജോലി ചെയ്യും. ഈ ചില്ലിന്റെ വില നിന്റെ ഓരോ തുള്ളി വിയർപ്പിലൂടെയും നീ തിരികെ നൽകണം. അതുവരെ നീ എന്റെ തടവുകാരിയാണ്. ആര്യന്റെ ആ വാചകം കാവ്യയുടെ ജീവിതത്തെ ഒരു വലിയ ഇരുട്ടിലേക്ക് തള്ളിയിട്ടു. ജയിലിലേക്ക് പോയാൽ അമ്മയെ ആര് നോക്കുമെന്ന ചിന്ത അവളെ ഭയപ്പെടുത്തി. ഈ ആഡംബര ബംഗ്ലാവിൽ വേലക്കാരിയായി നിന്നാൽ കുറച്ചെങ്കിലും പണം സമ്പാദിക്കാമെന്ന് അവൾ ചിന്തിച്ചു. അവൾക്ക് മുന്നിൽ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. തന്റെ ആത്മാഭിമാനം പണയം വെച്ച് ആര്യന്റെ ബംഗ്ലാവിന്റെ പടി കയറാൻ അവൾ വിധിക്കപ്പെട്ടു. അന്ന് വൈകുന്നേരം ആര്യന്റെ വമ്പൻ ബംഗ്ലാവിന്റെ മുന്നിലെത്തിയപ്പോൾ കാവ്യക്ക് അത്ഭുതം തോന്നി. അതൊരു വീടായിരുന്നില്ല, പകരം ഒരു കോട്ടയായിരുന്നു. വലിയ വലിയ ഗേറ്റുകൾ, കാവൽക്കാർ, അലങ്കാര വിളക്കുകൾ. പക്ഷേ അതെല്ലാം അവൾക്ക് ഒരു തടവറയുടെ ഇരുമ്പഴികൾ പോലെയാണ് അനുഭവപ്പെട്ടത്. അകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷക്കാണ് താൻ തുടക്കമിടുന്നതെന്ന് അവൾ മനസ്സിലാക്കി. ആര്യൻ അവളെ മാനേജർക്ക് ഏൽപ്പിച്ചു. ഇവളെ കൊണ്ട് വേണ്ട ജോലികളെല്ലാം ചെയ്യിക്കുക, ഒരു രൂപയുടെ കുറവ് പോലും ഉണ്ടാകരുത്. ആര്യന്റെ ആ വാക്ക് അവൾക്ക് ഒരു വിധിയായി മാറി. ആ വലിയ ബംഗ്ലാവിന്റെ ഓരോ മൂലയിലും ആര്യന്റെ അധികാരത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. വലിയ ക്ലോക്കുകൾ, വിലപിടിപ്പുള്ള അലങ്കാരങ്ങൾ. അതിലൊന്നും അവൾക്ക് ഒരു സന്തോഷവും തോന്നിയില്ല. അവൾക്ക് വേണ്ടത് വീട്ടിലെ മരുന്നിന്റെ മണമുള്ള ആ പഴയ മുറിയും അമ്മയുടെ സ്നേഹനിർഭരമായ സാമീപ്യവുമായിരുന്നു. രാത്രികൾ അവൾക്ക് കൂടുതൽ ഭയാനകമായി തോന്നി. ബംഗ്ലാവിന്റെ ഒരു ചെറിയ മൂലയിൽ കിടക്കുമ്പോൾ താൻ എവിടെയാണ് എത്തിപ്പെട്ടതെന്ന് ഓർത്ത് അവൾ വിങ്ങിപ്പൊട്ടി. താൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ ഈ തെറ്റ്, അതോ വിധിയുടെ ക്രൂരമായ ഒരു തമാശയാണോ? ഈ ചോദ്യങ്ങൾ അവളുടെ ഉറക്കം കെടുത്തി. ഓരോ ദിവസവും പുലരുമ്പോൾ ആര്യൻ അവളെ കാണുമ്പോഴൊക്കെ ഒരു കുറ്റവാളിയെ പോലെയാണ് നോക്കുന്നത്. അവന്റെ ഓരോ നോട്ടത്തിലും അവഹേളനമുണ്ട്. അവന്റെ ഓരോ വാക്കും അവളെ വല്ലാതെ വേദനിപ്പിച്ചു. തന്റെ ആത്മാഭിമാനം ഓരോ ദിവസവും ആ വലിയ ബംഗ്ലാവിന്റെ കരിങ്കൽ ഭിത്തികൾക്കിടയിൽ ഉരുകിത്തീരുകയായിരുന്നു. എങ്കിലും അമ്മക്ക് വേണ്ടി അവളെല്ലാം സഹിക്കാൻ തീരുമാനിച്ചു. തനിക്ക് കിട്ടുന്ന തുച്ഛമായ കൂലി ആ അമ്മയുടെ മരുന്നിന് ഉപകരിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. സ്വന്തം വേദനകളെല്ലാം ഉള്ളിലൊതുക്കി മൗനമായി അവൾ ജോലി തുടർന്നു. ആര്യന്റെ ആഡംബര ബംഗ്ലാവിലെ ആ വേലക്കാരിയുടെ ജീവിതം വെറുമൊരു ജോലിയായിരുന്നില്ല, അതൊരു വലിയ സഹനമായിരുന്നു. ആ വലിയ കൊട്ടാരത്തിൽ അവൾ തനിച്ചായിരുന്നു. കാവ്യ ആ ബംഗ്ലാവിന്റെ ഓരോ മുക്കിലും മൂലയിലും തന്റെ കഷ്ടപ്പാടിന്റെ കണ്ണുനീർ തുള്ളികൾ ഒളിപ്പിച്ചു വെച്ചു. ആ വലിയ ബംഗ്ലാവിന്റെ നിശബ്ദതയിൽ ഒരു പെൺകുട്ടിയുടെ നിസ്സഹായതയുടെയും പണക്കാരന്റെ ക്രൂരതയുടെയും വലിയൊരു കഥ എഴുതപ്പെടുകയായിരുന്നു. വിധിയുടെ ഈ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കാവ്യയ്ക്ക് ഇനി ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവളുടെ ക്ഷമയും ആര്യന്റെ ഉള്ളിലെ മനുഷ്യനെ ഉണർത്താനുള്ള അവളുടെ ശ്രമവുമാണ്. ആ ആഡംബര ബംഗ്ലാവിന്റെ ചുമരുകൾക്കിടയിൽ കാവ്യയുടെ ജീവിതം ഒരു മരുഭൂമിയിലെ മരീചിക പോലെ നീങ്ങുകയായിരുന്നു. ഓരോ ദിവസവും അവൾക്ക് ഒരു യുഗമായിരുന്നു. ആര്യന്റെ പുച്ഛം നിറഞ്ഞ നോട്ടങ്ങളും എപ്പോഴും ഉത്തരവുകൾ മാത്രം നൽകുന്ന അവന്റെ ശബ്ദവും അവളെ മാനസികമായി തളർത്തിയിരുന്നു. അവൻ അവളെ ഒരു തടവുകാരിയെ പോലെയാണ് കണ്ടിരുന്നത്. എന്നാൽ അവളുടെ നിശബ്ദതയ്ക്കും അസാമാന്യമായ ക്ഷമയ്ക്കു പിന്നിൽ വല്ലാത്തൊരു ശക്തിയുണ്ടെന്ന് അവൾ തിരിച്ചറിയാതെ തന്നെ അവൻ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി. കാവ്യയുടെ കൈകൾ ആ ബംഗ്ലാവിന്റെ ഓരോ മൂലയും തുടച്ചു മിനുക്കി. അവളുടെ വിയർപ്പ് കണങ്ങൾ ആ തറയിൽ വീഴുമ്പോൾ അത് വെറും അഴുക്കല്ല, മറിച്ച് അവളുടെ നിസ്സഹായതയുടെയും വേദനയുടെയും സാക്ഷ്യമായിരുന്നു. ആര്യൻ തന്റെ മുറിയിലെ വലിയ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പലപ്പോഴും കാണാറുണ്ടായിരുന്നത് തളർച്ച മറന്ന് പണിയെടുക്കുന്ന ആ പെൺകുട്ടിയെയാണ്. അവൾ ഒരിക്കലും പരാതി പറഞ്ഞില്ല, അവൾ ഒരിക്കലും സഹായം ചോദിച്ചതുമില്ല. എന്തിനേറെ അവളുടെ കണ്ണിലെ തിളക്കം പോലും മായാതെ നിൽക്കുന്നത് ആര്യനെ അസ്വസ്ഥനാക്കി. എന്തിനാണ് അവൾ ഇത്രയും സഹിക്കുന്നത്? എന്തുകൊണ്ടാണ് അവൾ ഒരിക്കൽ പോലും തന്നോട് തിരിച്ചു തർക്കിക്കാത്തത്? ആ ചോദ്യങ്ങൾ അവന്റെ ഉറക്കം കെടുത്തി. അങ്ങനെയിരിക്കെ അവിചാരിതമായ ഒരു സംഭവം നടന്നു. അന്ന് പെയ്ത മഴയുടെ ഈർപ്പം കാരണം ആ ബംഗ്ലാവിന്റെ മാർബിൾ പടികൾ വല്ലാതെ വഴുതിയിരുന്നു. കാവ്യ അല്പം വലിയൊരു പാത്രവുമായി പടികൾ ഇറങ്ങുകയായിരുന്നു. വേഗതയും തളർച്ചയും ഒത്തുചേർന്നപ്പോൾ കാവ്യയുടെ കാലുകൾ പടികളിൽ തെന്നി. ഒരു നിമിഷം അവൾ താഴേക്ക് വീഴുമെന്ന് ഉറപ്പായി. അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി.
എന്നാൽ അപ്രതീക്ഷിതമായി എന്തോ ഒന്ന് അവളെ വായുവിൽ തങ്ങി നിർത്തി. അത് ആര്യന്റെ കൈകളായിരുന്നു. പടികൾക്ക് താഴെ നിൽക്കുകയായിരുന്ന ആര്യൻ ഒരു മിന്നൽ പിണർ പോലെ ഓടിയെത്തി അവളെ തോളിൽ താങ്ങിപ്പിടിച്ചു. അവൾ വീണില്ല. ആര്യന്റെ ശക്തമായ കരങ്ങൾ അവളെ സുരക്ഷിതമായി താങ്ങി. ആ നിമിഷം ലോകം അവിടെ സ്തംഭിച്ചു പോയതുപോലെ തോന്നി. രണ്ടുപേരുടെയും ശ്വാസോച്ഛ്വാസം അടുത്ത് കേൾക്കാമായിരുന്നു. കാവ്യ കണ്ണുകൾ തുറന്നു. അവൾ കണ്ടത് താൻ ഇത്രയും നാൾ പേടിച്ച ആര്യനെയല്ല, പകരം ഒരു സഹായ ഹസ്തവുമായി നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ്. അവരുടെ കണ്ണുകൾ പരസ്പരം മുടക്കി. ആ നോട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കാവ്യയുടെ കണ്ണുകളിൽ ഭയത്തോടൊപ്പം ഒരു വലിയ ചോദ്യചിഹ്നമുണ്ടായിരുന്നു. എന്നാൽ ആര്യന്റെ കണ്ണുകളിൽ കണ്ടത് അഹങ്കാരത്തിന്റെ ആ തരികൾ പോലുമില്ലാത്ത ഒരു വലിയ അത്ഭുതമായിരുന്നു. താൻ വെറുക്കുകയും തടവിലാക്കുകയും ചെയ്ത ഈ പെൺകുട്ടി തന്റെ കൈകളിൽ ഇത്രയും ചെറുതായി, ഇത്രയും നിഷ്കളങ്കമായി നിൽക്കുന്നു എന്നത് അവനെ വല്ലാതെ സ്പർശിച്ചു. അവൻ പതിയെ അവളെ നിവർത്തി നിർത്തി. കൈവിടാൻ അവൻക്ക് മടിയുണ്ടായിരുന്നു. കാവ്യയുടെ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണുനീർ തിളങ്ങുന്നത് അവൻ ശ്രദ്ധിച്ചു. അപ്രതീക്ഷിതമായി ഉണ്ടായ ആ സംഭവം അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ കണ്ണുനീർ തുള്ളികൾ ആര്യന്റെ നെഞ്ചിൽ ഒരു വലിയ മുറിവുണ്ടാക്കി. താൻ എത്രത്തോളം ക്രൂരനായിരുന്നു. ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇത്രയും കഷ്ടപ്പാടുകൾ ചെയ്യിക്കുമ്പോൾ അവളുടെ മനസ്സിൽ തന്നോട് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? നീ സുരക്ഷിതയാണോ? ആര്യന്റെ ശബ്ദം ആദ്യമായി വല്ലാതെ ഇടറി. അവനിൽ നിന്ന് കേൾക്കാൻ സാധ്യതയില്ലാത്തത്ര മയമുള്ള ഒരു ശബ്ദം. കാവ്യക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവൾ തലകുനിച്ചു നിന്ന് വിതുമ്പി. ആ നിമിഷം ആര്യന്റെ മനസ്സിൽ വലിയൊരു സത്യം മിന്നിമറഞ്ഞു. താൻ തേടിയിരുന്നത് പണമല്ല, അധികാരം മാത്രമായിരുന്നില്ല. താൻ തേടിയിരുന്നത് ആരുമില്ലാത്ത ഈ വലിയ കൊട്ടാരത്തിൽ തന്നെ സ്നേഹിക്കാൻ, തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ഒരു മനസ്സിനെയായിരുന്നു. ആ നിമിഷം വരെ ആര്യൻ വിശ്വസിച്ചിരുന്നത് പണം കൊണ്ട് സ്നേഹത്തെയും കൂലിക്ക് വാങ്ങാമെന്നായിരുന്നു. എന്നാൽ കാവ്യയുടെ ആ വിറക്കുന്ന കണ്ണുകളിൽ കണ്ടത് പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത സത്യസന്ധതയാണ്. അവൾക്ക് തന്നെ ഒട്ടും വെറുപ്പില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൾക്ക് വേണ്ടത് തന്റെ സഹായമാണ്, തന്റെ സ്നേഹമാണ്. ബംഗ്ലാവിന്റെ ആ വലിയ ഹോളിന്റെ മൗനത്തിൽ ആര്യന്റെ ഉള്ളിലെ അഹങ്കാരത്തിന്റെ കോട്ടകൾ ഒരെണ്ണം കൂടി തകർന്നു വീണു. ആര്യൻ വീണ്ടും കാവ്യയുടെ മുഖത്തേക്ക് നോക്കി. അവളിലെ നിഷ്കളങ്കത, അവളിലെ കഠിനാധ്വാനം, അവളിലെ ക്ഷമ എല്ലാം അവനെ വല്ലാതെ ആകർഷിച്ചു. അവളോട് താൻ ചെയ്ത ക്രൂരതകൾക്ക് എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യുമെന്ന് അവൻ ആലോചിച്ചു. എങ്കിലും ആ ചെറിയ നിമിഷം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് തുടക്കമിട്ടു. ബംഗ്ലാവിലെ തടവുകാരി എന്ന അവസ്ഥയിൽ നിന്ന് കാവ്യയുടെ മനസ്സ് എന്നേക്കുമായി മോചിതയാവുകയായിരുന്നു. ആ സംഭവത്തിന് ശേഷം ആര്യൻ മാറിയ മനുഷ്യനായി തുടങ്ങിയിരുന്നു. ബംഗ്ലാവിന്റെ വലിയ ഇടനാഴികളിൽ പണ്ടവൻ നടക്കുമ്പോൾ കേട്ടിരുന്നത് അവന്റെ ചെരുപ്പുകളുടെ ശബ്ദമായിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ കാവ്യയുടെ സാമീപ്യം തിരയുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അസ്തമയ സൂര്യന്റെ ഇളം വെയിൽ തങ്ങി നിൽക്കുന്ന ബംഗ്ലാവിന്റെ മനോഹരമായ പൂന്തോട്ടത്തിൽ കാവ്യ ചെടികൾക്ക് നനയ്ക്കുകയായിരുന്നു. ആര്യൻ പതിയെ അവൾക്ക് പിന്നിലായി വന്നു നിന്നു. മുല്ലപ്പൂക്കളുടെ സുഗന്ധം ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അവൾ അറിയാതെ തന്നെ അവൻ അവളുടെ അരികിൽ നിന്നു. കാവ്യ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആര്യനെ കണ്ടതും അവൾ ഭയന്നുപോയി. എന്നാൽ അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ആ മൃദുവായ ഭാവം അവളെ ആശ്വസിപ്പിച്ചു. അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ റോസാപ്പൂവ് പുറത്തെടുത്തു. അവൾക്ക് നേരെ അത് നീട്ടുമ്പോൾ അവന്റെ കൈവിരലുകൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. ഇത് ഈ തോട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള പൂവാണ്, പക്ഷേ നിന്റെ പുഞ്ചിരിയുടെ അത്രയും വരില്ല, അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ആര്യന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ആ പഴയ ഗൗരവം അപ്രത്യക്ഷമായി പകരം ഒരു കടലിന്റെ ആഴമുള്ള സ്നേഹം നിറഞ്ഞിരുന്നു. അവൾ അത് വാങ്ങുമ്പോൾ അവളുടെ കൈവിരലുകൾ അവന്റെ വിരലുകളിൽ മെല്ലെ സ്പർശിച്ചു. ആ ചെറിയ സ്പർശനം രണ്ടുപേരിലും ഒരു നേരിയ വിറയലുണ്ടാക്കി. പൂന്തോട്ടത്തിലെ മൗനത്തിൽ അവരുടെ ഹൃദയമിടിപ്പ് മാത്രം കേൾക്കാമായിരുന്നു. അവിടെ വെച്ച് ആര്യൻ തിരിച്ചറിഞ്ഞു, താൻ കാണാൻ കൊതിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച അവളുടെ കണ്ണുകളിലെ ആ തെളിച്ചമാണെന്ന്. അന്നു മുതൽ അവരുടെ ഇടയിൽ വാക്കുകളേക്കാൾ കൂടുതൽ മൗനം സംസാരിച്ചു തുടങ്ങി. ജോലി കഴിഞ്ഞ് തളർന്നിരിക്കുന്ന കാവ്യക്ക് വേണ്ടി ആര്യൻ തന്നെ ചായയുമായി എത്തുന്ന കാഴ്ച ബംഗ്ലാവിലെ ജോലിക്കാരെ അത്ഭുതപ്പെടുത്തി. ഒരു ദിവസം രാത്രി ബംഗ്ലാവിന്റെ വിശാലമായ മട്ടുപ്പാവിലിരുന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ ആര്യൻ കാവ്യയോട് ചോദിച്ചു, നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആ ചോദ്യം അവളിലെ എല്ലാ സങ്കടങ്ങളെയും ഒരു നിമിഷം കൊണ്ട് മായ്ച്ചു കളഞ്ഞു. തന്റെ ദുഃഖങ്ങളെയും ആകുലതകളെയും ശ്രദ്ധിക്കാൻ ഒരാളുണ്ടെന്ന തിരിച്ചറിവ് അവളെ അവനോട് കൂടുതൽ അടുപ്പിച്ചു. അവരുടെ പ്രണയം ആ പൂന്തോട്ടത്തിലെ ചെടികളെ പോലെ പതുക്കെ തളർത്തു വന്നു. തണുത്ത കാറ്റ് വീശുമ്പോൾ
ആര്യൻ തന്റെ കോട്ടഴിച്ചെടുത്ത് അവളുടെ തോളിലിട്ടു കൊടുത്തു. അവൾ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി. ആ നിമിഷം ആര്യൻ അവളുടെ കൈകളിൽ മെല്ലെ പിടിച്ചു. കാവ്യ, ഞാൻ ചെയ്ത ക്രൂരതകൾക്ക് എനിക്കിനി മാപ്പ് തരുമോ? നീ എനിക്ക് തന്നത് പുതിയൊരു ജീവിതമാണ്. നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി അവൻ മനസ്സിലാക്കി പണത്തേക്കാൾ വലുത് ഈ നിമിഷത്തിന്റെ ഊഷ്മളതയാണെന്ന്. ആ പൂന്തോട്ടത്തിലെ മൗനവും പ്രണയവും പൂത്തു നിൽക്കുമ്പോൾ തന്നെ ആര്യന്റെ പഴയ ബിസിനസ്സിലെ ശത്രുക്കൾ കരിനിഴലായി അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവനെ തകർക്കാൻ അവർ ഒരു വലിയ ചതി ആസൂത്രണം ചെയ്തു. ഒരു ദിവസം നഗരത്തിന് പുറത്തുള്ള ഒരു പ്രധാന കരാർ ഒപ്പിടാനായി ആര്യൻ യാത്ര തിരിച്ചു. കാവ്യക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു. ആര്യന്റെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയതും തണലിൽ ഒളിച്ചിരുന്ന ഒരു കറുത്ത SUV അതിവേഗത്തിൽ അവനെ പിന്തുടരുന്നത് അവൾ കണ്ടു. കാവ്യ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. ഉടൻ തന്നെ ഒരു ടാക്സി വിളിച്ച് അവൾ ആര്യന്റെ കാറിന് പിന്നാലെ പാഞ്ഞു. നഗരത്തിന്റെ തിരക്കൊഴിഞ്ഞ ഉൾവഴികളിലൂടെ കാറുകൾ ഇരമ്പുകയായിരുന്നു. പെട്ടെന്ന് ആര്യന്റെ കാറിനെ വളഞ്ഞ ശത്രുക്കൾ അതിനു നേരെ വെടിയുതിർത്തു. ആര്യന്റെ കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ ഒരു വലിയ മരത്തിലിടിച്ചു നിന്നു. അക്രമി സംഘം നേതാക്കളുമായി കാറിനടുത്തേക്ക് ഓടിയെത്തി. ആര്യൻ കാറിനുള്ളിൽ ബോധരഹിതനായി കിടക്കുകയായിരുന്നു. അപ്പോഴേക്കും കാവ്യ സ്ഥലത്തെത്തിയിരുന്നു. ശത്രുക്കൾ ആര്യനെ പുറത്തിറക്കി വെടിവെക്കാൻ ഒരുങ്ങുന്നതിനിടെ കാവ്യ തന്റെ ടാക്സിയിൽ നിന്ന് ചാടിയിറങ്ങി. അക്രമി സംഘം അങ്ങോട്ട് തിരിഞ്ഞതും അവൾ തന്റെ പക്കലുണ്ടായിരുന്ന ഒരു ലോഹവടി ഉപയോഗിച്ച് അവരെ തടയാൻ ശ്രമിച്ചു. അവൾക്ക് നേരെയും വെടിയുണ്ടകൾ പാഞ്ഞു വന്നു. എങ്കിലും അതൊന്നും വകവെക്കാതെ അവൾ ഓടിച്ചെന്ന് ആര്യന്റെ കാറിന് മുന്നിൽ ഒരു കവചം പോലെ നിന്നു. ആര്യന്റെ മുന്നിലേക്ക് ശത്രുക്കൾ വെടിയുതിർത്തപ്പോൾ കാവ്യ അവനെ പൊതിഞ്ഞു പിടിച്ചു. ഒരു വെടിയുണ്ട അവളുടെ തോളിൽ തുളച്ചു കയറി. വേദന കൊണ്ട് അവൾ പിടഞ്ഞു. പക്ഷെ അവൾ അവന്റെ പിടിവിട്ടില്ല. പെട്ടെന്ന് ആ സ്ഥലത്ത് പോലീസിന്റെ സൈറൺ മുഴങ്ങി. കാവ്യ മുൻകൂട്ടി അറിഞ്ഞ് പോലീസിന് വിവരം നൽകിയിരുന്നു. പോലീസിനെ കണ്ടതോടെ ഭയന്ന അക്രമി സംഘം കാടുകളിലേക്ക് ഓടിമറഞ്ഞു. ആ സമയത്താണ് ആര്യൻക്ക് ബോധം വന്നത്. രക്തത്തിൽ കുളിച്ച കാവ്യയെ ആര്യൻ വാരിയെടുത്തു. എന്തിനാണ് നീ നിന്റെ ജീവൻ കളയാൻ നിന്നത്? അവൻ അലറിക്കരഞ്ഞു. അവന്റെ കണ്ണുനീർ അവളുടെ മുറിവിൽ വീണു. താൻ വെറുത്ത, താൻ തടവിലാക്കിയ പെൺകുട്ടി തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ചോര ചിന്തിയപ്പോൾ ആര്യന്റെ ഉള്ളിലെ എല്ലാ അഹങ്കാരവും അലിഞ്ഞു തീർന്നു. ആശുപത്രിയിലെ ICUവിന് പുറത്ത് കാത്തിരിക്കുമ്പോൾ ആര്യൻ ആദ്യമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പണമല്ല, സ്നേഹമാണ് ജീവിതത്തിന്റെ അടിത്തറയെന്ന് അവൻ ആഴത്തിൽ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. കാവ്യ കണ്ണു തുറന്നപ്പോൾ കണ്ടത് കൈകൂപ്പി തന്റെ അരികിലിരുന്ന് വിതുമ്പുന്ന ആര്യനെയാണ്. അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു പറഞ്ഞു, ഇനി ഞാൻ നിന്നെ ഒരിടത്തും തനിച്ചാക്കില്ല. എന്റെ ജീവിതം ഇനി നിനക്ക് വേണ്ടിയുള്ളതാണ്. ആ നിമിഷം മരണത്തിന്റെ മുഖത്തു നിന്നും മടങ്ങി വന്ന കാവ്യ പുഞ്ചിരിച്ചു. ആ ചിരിയിൽ അവരുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം തെളിഞ്ഞു നിന്നിരുന്നു. ആര്യന്റെ മനസ്സ് കാവ്യയിലേക്കും അവളിലെ നന്മയിലേക്കും മാറിയെങ്കിലും പുറലോകം അപ്പോഴും പഴയ ആര്യനെയാണ് ഓർത്തുവെച്ചിരുന്നത്. പണത്തിന്റെ പ്രഭാവത്താൽ നിർമ്മിച്ച ആര്യന്റെ സാമ്രാജ്യത്തിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ തെറ്റിക്കാൻ ആര്യൻ മുതിർന്നപ്പോൾ അത് അവന്റെ കുടുംബത്തിനുള്ളിൽ വലിയൊരു കൊടുങ്കാറ്റിന് തുടക്കം കുറിച്ചു. ആര്യന്റെ പിതാവ് തലമുറകളായി പണത്തെയും പദവിയെയും ആരാധിക്കുന്ന കർക്കശക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. തന്റെ മകൻ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയെ, അതും തന്റെ വീട്ടിലെ വേലക്കാരിയെ ജീവിത പങ്കാളിയാക്കാൻ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അന്ന് വൈകുന്നേരം ആര്യന്റെ വീട്ടിൽ കുടുംബയോഗം ചേർന്നു. ഹാളിന്റെ മധ്യത്തിൽ ആര്യൻ നിൽക്കുമ്പോൾ ചുറ്റും അഹങ്കാരത്തിന്റെ തണുത്ത കണ്ണുകളുമായി അവന്റെ ബന്ധുക്കളും പിതാവും ഉണ്ടായിരുന്നു. അവരുടെ ഓരോ നോട്ടത്തിലും പുച്ഛവും പരിഹാസവും നിറഞ്ഞിരുന്നു. പിതാവ് എഴുന്നേറ്റ് ആര്യന്റെ മുന്നിലേക്ക് നടന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അധികാരത്തിന്റെ കടുപ്പമുണ്ടായിരുന്നു. ആര്യൻ, നീ ഈ ചെയ്യുന്ന മണ്ടത്തരം നിനക്ക് തന്നെ നാണക്കേടാണ്. നീ ആരാണ്? നിന്റെ നിലവാരം എന്താണ്? എന്നിട്ടാണോ നീ നിന്റെ വീട്ടിലെ ഒരു വേലക്കാരിയെ വിവാഹം കഴിക്കാൻ പോകുന്നത്? നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് മണ്ണിൽ പുഴുങ്ങാൻ നിന്നെ അനുവദിക്കില്ല. ആ ചോദ്യം ഒരു വലിയ ആയുധം പോലെ ആര്യന്റെ നെഞ്ചിലേക്ക് പാഞ്ഞു. അവിടെ നിന്നിരുന്ന എല്ലാവരും അത് ശരിവെക്കുന്നത് പോലെ തലയാട്ടി. എന്നാൽ ആര്യൻ ഭയന്നില്ല. അന്ന് വരെ തന്റെ പിതാവിന്റെ ഓരോ വാക്കിനും തലകുനിച്ചവൻ ഇന്ന് ആര്യൻ തന്റെ തല ഉയർത്തിപ്പിടിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്ന് അഹങ്കാരത്തിന്റെ കരിപടം എന്നേക്കുമായി നീങ്ങിയിരുന്നു. അവൻ തന്റെ പിതാവിന്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി സംസാരിച്ചു തുടങ്ങി. അവന്റെ ശബ്ദം ശാന്തമായിരുന്നു, പക്ഷേ അതിൽ ഉറച്ച തീരുമാനത്തിന്റെ മുഴക്കമുണ്ടായിരുന്നു. പിതാവേ, നിങ്ങൾ പറയുന്നത് കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ചാണ്. പക്ഷേ എന്റെ കണ്ണിൽ അന്തസ് എന്നാൽ പണമല്ല. തനിക്ക് വേണ്ടി ഒരു വട്ടം പോലും ചിന്തിക്കാതെ മറ്റുള്ളവരുടെ മുറിവുകൾ ഉണക്കുന്ന കൈകളാണ് ഏറ്റവും വലിയ അന്തസ്. കാവ്യ എന്റെ വീട്ടിലെ വേലക്കാരിയായിരിക്കാം, പക്ഷെ അവൾ എന്റെ ജീവൻ രക്ഷിച്ചവളാണ്.
പണം കൊണ്ട് എന്തും വാങ്ങാമെന്ന് കരുതിയ ഞാൻ സ്നേഹത്തിന്റെ വില തിരിച്ചറിഞ്ഞത് അവളുടെ മുന്നിലാണ്. നിങ്ങൾ കാണുന്ന ഈ കോടികളുടെ ആസ്തിയേക്കാൾ വിലമതിപ്പുള്ളതാണ് ഒരു മനുഷ്യന്റെ മനസ്സ്. പിതാവ് ദേഷ്യം കൊണ്ട് വിറച്ചു. ഇത് സ്നേഹമല്ല ആര്യൻ, ഇത് നിന്റെ തെറ്റായ തീരുമാനമാണ്. നീ ഇതിൽ നിന്ന് പിന്മാറണം. ഇല്ലെങ്കിൽ നിനക്ക് ഈ കുടുംബത്തിൽ ഒരു സ്ഥാനവുമില്ല. ആ ഭീഷണി ആര്യനെ ഒട്ടും അലോസരപ്പെടുത്തിയില്ല. കാരണം ആ നിമിഷം കാവ്യയുടെ മുഖമാണ് അവൻ ഓർമ്മിച്ചത്. തനിക്കു വേണ്ടി വെടിയുണ്ടകൾക്ക് മുന്നിൽ നിന്ന താൻ നൽകിയ അപമാനങ്ങളെല്ലാം മൗനമായി സഹിച്ച ആ പെൺകുട്ടിയുടെ കണ്ണുകളിലെ സ്നേഹം. എനിക്ക് ഈ കുടുംബത്തിന്റെ പദവി വേണ്ട, എനിക്ക് വേണ്ടത് കള്ളമില്ലാത്ത ഒരു ജീവിതമാണ്. സ്നേഹത്തിന് ജാതിയോ പണമോ പദവിയോ ഇല്ല. പണത്തിന്റെ പ്രതാപത്തിൽ നിങ്ങൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ബന്ധങ്ങളുടെ അടിത്തറ സ്നേഹമാണ്, പണമല്ല. അഹങ്കാരത്തിന്റെ മുകളിൽ പണിത ഈ വീടിനേക്കാൾ വലുതാണ് കാവ്യയുമായി ഞാൻ തുടങ്ങാൻ പോകുന്ന ആ ചെറിയ ജീവിതം. ആര്യന്റെ ആ പ്രഖ്യാപനം അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചു. ആദ്യമായി ഒരു മകൻ തന്റെ പിതാവിനോട് സത്യം വിളിച്ചു പറഞ്ഞ നിമിഷം ആ വലിയ ബംഗ്ലാവിൽ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നു. പിതാവിന്റെ കണ്ണുകളിൽ ദേഷ്യം മാറി പകരം അവിശ്വസനീയത നിറഞ്ഞു. തന്റെ മകൻ ഇത്രത്തോളം മാറിയോ? പണത്തിന്റെ അഹങ്കാരം അവനെ ഇത്രയും സ്നേഹമുള്ളവനാക്കി മാറ്റിയോ? ആര്യൻ പതിയെ തിരിഞ്ഞു നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരും അവനെ തടയാൻ മുതിർന്നില്ല. അവൻ നേരെ പോയത് കാവ്യയുടെ അടുത്തേക്കായിരുന്നു. ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് സത്യത്തിന്റെ പാതയിൽ അവൾക്കൊപ്പം നിൽക്കാൻ അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അന്ന് ആ ബംഗ്ലാവിൽ നിന്ന് ആര്യൻ ഇറങ്ങി നടക്കുമ്പോൾ അവൻ നഷ്ടപ്പെടുത്തിയത് കുറച്ച് പണവും പദവിയും മാത്രമായിരുന്നു. പക്ഷെ അവൻ തിരികെ നേടിയത് തന്റെ ആത്മാവിനെയായിരുന്നു. താൻ പ്രണയിക്കുന്നവൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ കഴിയുക എന്നത് ഒരു പുരുഷന്റെ ഏറ്റവും വലിയ വിജയമാണ് എന്നവൻ മനസ്സിലാക്കി. വഴികളിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, കുടുംബത്തിന്റെ വെറുപ്പുണ്ടായിരുന്നു. പക്ഷേ കാവ്യയുടെ കൈകൾ മുറുകെ പിടിച്ചപ്പോൾ ആര്യന് തോന്നി ഇത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന്. പണത്തിന്റെ അഹങ്കാരത്തിൽ ജീവിച്ച ആര്യൻ സ്നേഹത്തിന് വേണ്ടി തന്റെ സർവസ്വം ത്യജിക്കാൻ തയ്യാറായ ഒരു യഥാർത്ഥ മനുഷ്യനായി മാറി. ആ വലിയ പ്രതിസന്ധി അവരെ രണ്ടുപേരെയും കൂടുതൽ അടുപ്പിക്കുകയാണുണ്ടായത്. കുടുംബം എതിർത്തപ്പോൾ, ലോകം പരിഹസിച്ചപ്പോൾ കാവ്യ കൂടുതൽ ചേർന്നു നിന്നു. ആര്യന്റെ ആ ധീരമായ തീരുമാനത്തിന് മുന്നിൽ അഹങ്കാരത്തിന്റെ ആ അവസാനത്തെ കോട്ടയും തകർന്നു വീണു. അവർ തെളിയിച്ചു, പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത വലിയൊരു സത്യം സ്നേഹം തന്നെയാണെന്ന്. കാലത്തിന്റെ ചക്രം തിരിഞ്ഞപ്പോൾ ആ ചെറിയ കല്ലേറ് ആര്യന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ അവിശ്വസനീയമായിരുന്നു. ഒരു നിമിഷത്തെ പകൽ കാവ്യ എറിഞ്ഞ ആ കല്ല് ആര്യന്റെ ഉള്ളിലെ അഹങ്കാരത്തിന്റെ ചില്ലുകളെ കൂടിയാണ് തകർത്തു കളഞ്ഞത്. മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്കും കുടുംബത്തിന്റെ എതിർപ്പുകൾക്കും ലോകത്തിന്റെ പരിഹാസങ്ങൾക്കുമൊടുവിൽ സത്യമായ സ്നേഹം വിജയം വരിച്ചു. ആര്യനും കാവ്യയും തങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് കാലെടുത്തു വെക്കുകയായിരുന്നു. അതൊരു മനോഹരമായ പ്രഭാതമായിരുന്നു. ആര്യൻ തന്റെ ബംഗ്ലാവിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അത് പണത്തിന്റെ പ്രതാപം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു. അവനിനി ആവശ്യമില്ലാത്ത ആഡംബരങ്ങളുടെ നടുവിൽ അവൾക്കൊപ്പം നിൽക്കാൻ അവന് ആഗ്രഹമുണ്ടായിരുന്നില്ല. മറിച്ച് താൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ചെറിയൊരു കൂരയിൽ കാവ്യയുടെ കൈപിടിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ അവൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ തെളിഞ്ഞത് ആര്യൻ എന്ന മനുഷ്യന്റെ വലിയൊരു തിരിച്ചറിവാണ്. വിവാഹ ദിവസം വലിയൊരു ആഘോഷങ്ങളോ പണക്കൊഴുപ്പോ ഉണ്ടായിരുന്നില്ല. എന്നാൽ കാവ്യയുടെ മുഖത്ത് വിരിഞ്ഞ ആ പുഞ്ചിരി ഈ ലോകത്തെ ഏത് സ്വർണ്ണാഭരണത്തെക്കാളും വിലയേറിയതായിരുന്നു. ആര്യൻ അവളെ നോക്കി മന്ത്രിച്ചു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഞാൻ ചെയ്തത് നിന്നെ തടവുകാരിയാക്കിയതാണ്. എന്ന് ആ തെറ്റിനെ ഞാൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് നിന്നെ എന്റെ ഹൃദയത്തിന്റെ രാജ്ഞിയായി വാഴ്ത്തിക്കൊണ്ടാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ കാവ്യയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. കഷ്ടപ്പാടുകളുടെ നാളുകളിൽ താൻ സ്വപ്നം കണ്ടതിലും അപ്പുറമായിരുന്നു ആര്യന്റെ ഈ മാറ്റം. അവർ ഒരു ചെറിയ വീട്ടിലേക്ക് മാറി. ആര്യൻ ഒരു സാധാരണ ജോലി ചെയ്യാൻ തുടങ്ങി. പണത്തിന്റെ തിളക്കത്തിൽ ജീവിച്ചവന് വിയർപ്പിന്റെ ഗന്ധം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഓരോ ദിവസവും അവർ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ പരസ്പരം വിശേഷങ്ങൾ പറയുമ്പോഴും അവർ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം കണ്ടെത്തുകയായിരുന്നു. ആര്യൻ തിരിച്ചറിഞ്ഞു, കോടികൾക്ക് വാങ്ങാൻ കഴിയാത്ത വലിയൊരു സത്യമാണ് കാവ്യയുടെ സ്നേഹമെന്ന്. കുടുംബം ആദ്യം അവനെ കൈവിട്ടെങ്കിലും ആര്യന്റെ ഈ മാറ്റം കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ പതിയെ തുറന്നു. കാവ്യയുടെ സ്നേഹം ആര്യനെ മാത്രമല്ല, അവന്റെ കുടുംബത്തെയും മാറ്റിമറിച്ചു. ഒരു ദിവസം പിതാവ് അവരെ കാണാൻ ആ കൊച്ചു വീട്ടിലേക്ക് വന്നു. അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. പണത്തിന്റെ അഹങ്കാരമില്ലാത്ത, സ്നേഹം മാത്രം വിളമ്പുന്ന ഒരു സന്തോഷകരമായ കുടുംബം. മകന്റെ മുഖത്തെ സമാധാനം കണ്ടപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു, താൻ ഇത്രയും നാൾ കൊണ്ടു നടന്നത് വെറും പൊള്ളയായ പദവികൾ മാത്രമായിരുന്നുവെന്ന്.
കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ അവർ പാവപ്പെട്ടവർക്കായി ഒരു വലിയ സേവന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കാവ്യയുടെ അമ്മയുടെ ചികിത്സാ ചെലവുകൾക്കായി തുടങ്ങിയ ആ ചെറിയ നന്മ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒന്നായി മാറി. കല്ലേറിന്റെ വേദനയിൽ നിന്ന് തുടങ്ങിയ ആ കഥ സ്നേഹത്തിന്റെ വൻമരമായി വളർന്നു. ലോകം കണ്ട ആ വ്യവസായി എന്നറിയപ്പെടുന്നത് സ്നേഹത്തിന്റെ പ്രതീകമായാണ്. ഓരോ വർഷവും തങ്ങളുടെ വിവാഹ വാർഷികത്തിന് അവർ ആ പഴയ റോഡരികിലെത്തുന്നു. അന്ന് കാവ്യ ആ കല്ലെറിഞ്ഞ അതേ സ്ഥലത്ത് നിൽക്കുമ്പോൾ അവർ പരസ്പരം കൈകോർത്ത് പിടിക്കും. കാവ്യ ചോദിക്കും, അന്ന് ആ കല്ല് എറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ? ആര്യൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയും, എങ്കിൽ ഞാൻ ഇന്നും ഒരു യന്ത്രത്തെ പോലെ ജീവിച്ചു മരിക്കുമായിരുന്നു. നീ എറിഞ്ഞ ആ കല്ല് എന്റെ ഹൃദയത്തെ ഉണർത്താനുള്ള ദൈവത്തിന്റെ ഇടപെടലായിരുന്നു. അവരുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. പകരം സ്നേഹം എങ്ങനെയാണ് മനുഷ്യനെ മാറ്റുന്നത് എന്ന വലിയൊരു സന്ദേശമായി അത് ലോകം മുഴുവൻ പടരുകയാണ്. പണം കൊണ്ട് ആഡംബരങ്ങൾ വാങ്ങാം, പക്ഷേ മനസ്സുകളെ ഒരിക്കലും വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. സ്നേഹമെന്നത് നൽകുന്നതിലൂടെയും സഹിക്കുന്നതിലൂടെയും മാത്രം ലഭിക്കുന്ന ഒരു വരദാനമാണ്. ആര്യന്റെയും കാവ്യയുടെയും പ്രണയകഥ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകുന്നവർക്കുള്ള ഒരു വലിയ പ്രചോദനമാണ്. ഈ ലോകത്ത് പണത്തേക്കാൾ വലിയൊരു സത്യം സ്നേഹം മാത്രമാണെന്ന് അവർ ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. സ്നേഹത്തിന്റെ ഈ വിജയഗാഥയിൽ അഹങ്കാരത്തിന്റെ എല്ലാ കോട്ടകളും തകർന്നു വീഴുന്നു. ഇനിയും എത്രയോ യുഗങ്ങൾ കഴിഞ്ഞാലും സ്നേഹത്തിന്റെ ഈ കഥ ലോകം ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കഥയുമായി വീണ്ടും കാണാം. നന്ദി.